ആയി കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ ശബരിമല വനപാതയിൽ കല്ലേലിയിൽ അച്ചൻകോവിൽ ആറിൻ്റെ തീരത്താണ് ആയി കല്ലേലി അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. കോന്നിയിൽ നിന്ന് 9 കിലോമീറ്ററാണ് ഇവിടെ എത്താൻ. പർവ്വത ദൈവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കല്ലേലിക്കാവിലെ ഊരാളി അപ്പൂപ്പൻ 24 മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പ്രതീകമാണ് ഈ കാവിലെ ചടങ്ങുകൾ. വാനരയൂട്ടും മീനൂട്ടും ഇതിന് ഉദാഹരണങ്ങളാണ്. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളായ നൂറാംകിഴങ്ങ്, മാന്തല്, മടിക്കിഴങ്ങ്, ചിഗറ്, കപ്പ, കാച്ചിൽ, ചേന, ചേമ്പിൻകിഴങ്ങ് എന്നിവ ഇവിടെ ദിവസവും ചുട്ടുവയ്ക്കുന്നു. അപ്പൂപ്പനോടുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിലാകണമെന്നാണ് നിഷ്ഠ. പഞ്ചഭൂതങ്ങൾ കൂട്ടിക്കൊണ്ടും 5 നടകൾ പിന്നിട്ട് പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന 41 പടികളിറങ്ങിയാൽ അച്ചൻകോവിലാറിൻ്റെ തീരത്തായി. അവിടെ ആദി ദ്രാവിഡ നാഗ ഗോത്ര ജനതയുടെ ആചാരങ്ങൾ ഇപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്ന ഭക്തരുടെ അഭയസ്ഥാനമായ കൊടും വനത്തിലിരിക്കുന്ന ആയി കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠ കാണാൻ കഴിയും. അടുക്ക വയ്ക്കുക എന്നതാണ് കാവിലെ പ്രധാന ആചാരം. കള്ള്, താമ്പൂലം, കരിക്ക് തുടങ്ങിയവയാണ് അടുക്കയിലുള്ളത്. ദിവസവും 3 കരിക്കും പിന്നെ മലകളെ ഊട്ടി ഉണർത്തി സ്തുതിക്കുകയും ചെയ്യാറുണ്ട്. 999 മലകൾക്ക് കാവലായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ടിനാടും മലയാളിക്കരയും അടക്കിവാണ വീരയോദ്ധാവാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ. ഇന്ത്യ ദ്രാവിഡ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ അധിപരായിരുന്ന കുറവ സമുദായത്തിൽപ്പെട്ടയാളാണ് ഗോത്ര രാജാവായിരുന്ന ആയി കല്ലേലി ഊരാളി അപ്പൂപ്പൻ. കുറവ രാജാക്കന്മാരാണ് വഞ്ചിനാടും നാഞ്ചിനാടുമൊക്കെ ഭരിച്ചിരുന്നത്. അതുമാത്രമല്ല, ഊരാളി അപ്പൂപ്പൻ്റെ പേരിൻ്റെ കൂടെ ആയി എന്ന പേര് വരാനുള്ള കാരണം ആയി രാജവംശത്തിൽപ്പെട്ട രാജാവിൽ ഒരാളായിരുന്നു ഊരാളി അപ്പൂപ്പൻ. ആയി രാജവംശത്തിൻ്റെ സാമ്രാജ്യം പമ്പാ നദി മുതൽ നാഗർകോവിൽ വരെ വ്യാപിച്ചു കിടന്നിരുന്നു. കല്ലേലി അപ്പൂപ്പൻ്റെ അനുഗ്രഹം തേടി നാനാ ദിക്കുകളിൽ നിന്നും നാനാ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ കാനന ക്ഷേത്രത്തിൽ എത്തുന്നത്. അപ്പൂപ്പനെ നേരിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്ന വലിയച്ഛൻ ഉപദൈവമായി ഇവിടെ കുടികൊള്ളുന്നുണ്ട്. മുളങ്കമ്പ് വെള്ളാരം കല്ലിലിടിച്ചും കമുകിൻ പാളയിൽ കാട്ടുകമ്പുകൾ കൊട്ടിയും ഇരുമ്പ് പണിയായുധങ്ങൾ കൂട്ടിത്തട്ടിയും ഇവിടെ കുംഭപ്പാട്ടൊരുങ്ങുന്നു. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മലയരയന്മാരുടെ കാനനക്ഷേത്രമായ ശബരിമലയും ഇതുപോലെയുള്ള കേരളത്തിലെ എല്ലാ ദ്രാവിഡ ക്ഷേത്രങ്ങളുമെന്ന് പല വിഭാഗക്കാരും തട്ടിയെടുത്ത് അവരുടെ അധീനയിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ ഭക്തിയോടൊപ്പം നിങ്ങളുടെ ആത്മാവുറങ്ങുന്ന ഈ ക്ഷേത്രവും നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആയി കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ ക്ഷേത്ര ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്.